ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിക്കെതിരെ പുതിയ നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. ഗർഭഛിദ്രം യുവതി സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയതെന്ന് സ്ഥാപിക്കാനാണ് ശ്രമം. ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന സമയങ്ങളിൽ ഭർത്താവിനൊപ്പമാണ് യുവതി താമസിച്ചതെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാദമുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് സീൽഡ് കവറിൽ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്കായി യുവതിയുടെ നിർണായക മൊഴി, അതിന്റെ വിവരങ്ങൾ ഇന്ന് 24 പുറത്തുവിട്ടിരുന്നു. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായും രാഹുലിന്റെ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടിയാണ് ഗർഭം ധരിച്ചതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സലിം, ഇന്നിപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അത് പോലീസിനോട് പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, മൊഴി, വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് തരത്തിലേക്കാണ് കുരുക്കാകുന്നത്? ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വേട്ടയാടൽ ഈ പെൺകുട്ടി നേരിടുന്നുണ്ട്. അതിലൊക്കെയുള്ള വ്യക്തത വരുത്തിക്കൊണ്ട് ആദ്യ വിവാഹം അത് എത്ര കാലം നിലനിന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കൂടാതെ ഈ ഏത് ഘട്ടത്തിലാണ് ഗർഭം ധരിക്കാൻ താൻ സന്നദ്ധയായത്, അതിന് നിർബന്ധം ചെലുത്തിയതിന് പറയുന്ന കാരണങ്ങൾ, പിന്നീട് ഗർഭഛിദ്രം, അതിൻ്റെയൊക്കെ തെളിവുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് കുറേ കാര്യങ്ങൾ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഡിജിറ്റൽ തെളിവുകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിലേക്ക് എത്തുന്നത്. അനുജ, ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിക്കെതിരെ ചില തെളിവുകൾ അടങ്ങിയ രേഖകൾ കോടതിയിൽ സമർപ്പിച്ചത്. പ്രത്യേകിച്ചും ഡിജിറ്റൽ തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽഡ് കവറിലൂടെ സമർപ്പിച്ചത്. പ്രധാനമായും ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ചാറ്റുകൾ ആ സീൽഡ് കവറിൽ ഉൾപ്പെട്ട രേഖയിലുണ്ട്. അതിനോടൊപ്പം തന്നെ ഗർഭചിത്രം സ്വന്തം നിലയിലാണ് നടത്തിയത് എന്ന് തെളിയിക്കുന്നതിന് സംബന്ധിച്ച രേഖകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയത് എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന കാലയളവിൽ ഭർത്താവുമൊത്തായിരുന്നു ഈ യുവതി താമസിച്ചിരുന്നത് എന്നതിൻ്റെ തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ നിലയിലുള്ള ചില തെളിവുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. അതിനിടയിൽ ഈ നിർണായകമായ ചില തെളിവുകൾ, അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ തെളിവുകൾ, ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾക്കും മുകളിൽ നിൽക്കുന്ന ചില ഗുരുതരമായ ആരോപണങ്ങൾ മൊഴിയിൽ തന്നെ, പെൺകുട്ടിയുടെ മൊഴിയിൽ തന്നെയുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയിലും ആ നിലയിൽ തന്നെ പല ആരോപണങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ശരിവെക്കുന്നുമുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗർഭഛിദ്രം അതുമായി ബന്ധപ്പെട്ടുള്ള ഗർഭധാരണവും ഒക്കെ അത് സംബന്ധിച്ചുള്ള മൊഴിയാണ്. ഗർഭധാരണം നടത്തിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകിയിരുന്നു. അതുകൊണ്ടാണ്, അതായത് ഡിവോഴ്സായ സ്ത്രീയെ വീട്ടിൽ കല്യാണത്തിനായി സമ്മതിക്കില്ല, അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കും, അതുകൊണ്ടാണ് ഗർഭധാരണത്തിന് തയ്യാറായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ യുവതി മൊഴിയായി നൽകിയിരിക്കുന്നത്. അനുജ, അതാണിപ്പോൾ ഇതിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില പുതിയ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രധാനമായും ഈ വാദഗതികളെയൊക്കെ പൊളിക്കാമെന്ന് കരുതുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളൊക്കെ കൃത്യമായി തന്നെ പോലീസിനോട് പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ദിവസങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്നും തുടർന്ന് ബാക്കി സംഭവവികാസങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ ഭർത്താവിനൊപ്പമായിരുന്നു എന്ന് പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റും അത് തന്നെയാണ്, ഈ ഭർത്താവിനാണ് ഉത്തരവാദിത്വം, ഗർഭത്തിന് ഉത്തരവാദി താനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്ന തരത്തിലേക്കൊക്കെയുള്ള കാര്യങ്ങളാണോ അദ്ദേഹം കോടതിയിൽ സമർപ്പിക്കുന്നത്? അനുജ, കോടതിയിൽ നിലവിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ നിർണായകമാണ്. കാരണം അത് ഏത് നിലയിലുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഈ ഗർഭചിത്രവും ഗർഭധാരണവും സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കവേ അത് ഭർത്താവിൻ്റെതാണ്, യുവതിയുടെ ഭർത്താവിൽ നിന്ന് തന്നെയാണ് ഗർഭധാരണം നടത്തിയതെന്ന് സ്ഥാപിക്കാൻ കൂടിയാണ് ഈ യുവതിക്കൊപ്പം യുവതിയും ഭർത്താവും ഒന്നിച്ചായിരുന്നു ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങൾ താമസിച്ചത് എന്നുള്ള രേഖ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ യുവതി നൽകിയിരിക്കുന്ന മൊഴിയിൽ 4 ദിവസം മാത്രമായിരുന്നു വിവാഹബന്ധം നീണ്ടു നിന്നത് എന്നൊരു മൊഴിയായിരുന്നു നൽകിയിരുന്നത്. അതുകൂടി തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിധത്തിലുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്, ഈ പരാതി നൽകിയത് മറ്റൊരാളുടെ പ്രേരണ പ്രകാരമാണ്, സ്വന്തം ഇഷ്ടപ്രകാരമല്ല. പരാതി നൽകാനായി ഒരാൾ നിർബന്ധിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ രേഖകളിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബുധനാഴ്ചയാണ് ഈ ജാമ്യ ഹർജി പരിഗണിക്കുക. അനുജ, അതെ, അതിനൊപ്പം തന്നെ സലീം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി. ഇന്നലെ രാവിലെയാണ് വക്കാലത്ത് ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? എവിടെയാണ് എന്നുള്ളതിന് തെളിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. വക്കാലത്തൊപ്പിടാൻ വഞ്ചിയൂരിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം പക്ഷേ എങ്ങോട്ടേക്കാണ് പോയത് എന്നതും അറിയില്ല. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ അതോ പാലക്കാട്ടേക്ക് പോയോ? അതിലൊന്നും വ്യക്തതയില്ലല്ലോ.
അനുജ, ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഓരോ കുറിപ്പിടുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. സത്യം ജയിക്കും എന്നതിന് സൂചിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രാഹുൽ മുങ്ങുകയായിരുന്നു. പിന്നാലെ അതിനുശേഷം കഴിഞ്ഞ ദിവസം രാവിലെ ഫോൺ സ്വിച്ച് ഓൺ ആയി, വീണ്ടും അത് അതേ പടി തന്നെ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിനിടയിലാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലെത്തി ഈ വക്കാലത്ത് ഒപ്പിട്ട് നൽകുകയായിരുന്നു. വക്കാലത്ത് ഒപ്പിട്ട് നൽകിയതിന് ശേഷം വീണ്ടും ഒളിവിലേക്ക് പോവുകയായിരുന്നു. പോലീസ് കാര്യമായ പരിശോധന നടത്തുന്നുണ്ട്. കാരണം ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നടപടി സ്വീകരിക്കാനുള്ള പരമാവധി ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ അതീവ രഹസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയങ്ങളിലൊക്കെ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ഈ തിരുവനന്തപുരത്ത് എത്തിയെങ്കിലും ആ വിവരം പുറത്തു വരുന്നത് പോലും ഇന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ രഹസ്യാത്മകത സൂക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നുമുണ്ട്. അനുജ, അതാണ് പോലീസിനോട് പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ പക്ഷേ വിവാഹ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഗർഭധാരണത്തിന് ഇയാൾ നിർബന്ധിച്ചത്, അതിന് തനിക്ക് വഴങ്ങേണ്ടി വന്നത് എന്നതൊക്കെയുള്ള വിശദമായി തന്നെ ആ പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനിടെയാണ് ചില ഡിജിറ്റൽ തെളിവുകളുമായി പ്രതി വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിയത്. അപ്പോൾ അതിൽ വക്കാലത്ത് ഒപ്പിട്ട് നൽകാൻ വേണ്ടി അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു എന്നൊക്കെയുള്ളതിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരികയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.